എവിടെ ആയാലും ഹാർഡ് വർക്ക് ചെയ്യുക. എന്തിനാണ് നമ്മുടെ ഉദ്ദേശശുദ്ധി ഉണ്ടാവും, നമ്മൾ എന്തിനാണ് പോകുന്നത്, അതിനെ എയിം വെച്ച് ഹാർഡ് വർക്ക് ചെയ്ത് അവിടെ എത്തിപ്പെടാൻ പ്രയത്നിക്കുക, പ്രാർത്ഥിക്കുക. അതാണ് ഞാൻ എന്ത് പറയാനാ. കേരളം ഞാൻ പറഞ്ഞത് ഇപ്പൊ ഇവിടുന്ന് അവിടെ പോയി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ, ഇപ്പൊ ഒരു കുട്ടി അവിടെ നേഴ്സാണ്, അവൾ ഇവിടുത്തെ ഒരു ഒരു ഐ.ടി.കാരനെ ഒരു കല്യാണം കഴിച്ചിട്ട് അവർ രണ്ടുപേരും കൂടെ അവിടെ പോയി പെർമനന്റ് വിസയാവും, അവർക്ക് വീടാവും, സിറ്റിസൺ ആവും. അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു വീട് മേടിക്കും. പിന്നെ ആ വീട് ലോൺ അടച്ചു തരുന്ന മിനിമം ഒരു 55 വയസ്സാവും. അപ്പോഴേക്കും 3-4 പിള്ളേരൊക്കെ ആവും, അവരുടെ പഠിപ്പിന്. പിന്നെ 2 പേരെ പറ്റുമെങ്കിൽ വീട്ടിൽ കൊണ്ട് വല്യമ്മച്ചിലെയും വല്യപ്പൻ്റെ കൊണ്ടൊക്കെ ആക്കും. അപ്പോൾ അവർക്കും ഒരു അവസാനം ആരംഭി കുട്ടി കൊണ്ട് സ്കൂളിൽ വിടുക. ഇങ്ങനെ ഒരു മൊത്തത്തിലൊരു ഞാൻ പറഞ്ഞില്ല ഒരു സൈക്കിളിങ്ങാണ് ഇറങ്ങുന്നത്. അത് നമുക്കൊരിക്കലും എന്താ പറയുക, നമ്മുടെ ഇതായി പോയി. അത് ആസ്വദിക്കുന്നവരുണ്ടാകും. അല്ലാതെ ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ് ഇപ്പൊ ഇത്രയും പേർക്ക് ഇവിടെ ജോലി കൊടുക്കാൻ ഇവിടെ സാധിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് അതിനോട് അതാണ് പറഞ്ഞ ആ രീതിയിലേക്ക് നമ്മുടെ മൊത്തത്തിൽ കാര്യങ്ങൾ വളരണം. ആ രീതിയിലേക്കുള്ള വളർച്ചയിലേക്ക് നമ്മുടെ നാട് എത്തണം. അതിനുള്ള യാത്രയിലാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് എത്തിയാൽ നമുക്ക് നിൽക്കാൻ പറ്റും. ഇവിടെ വിട്ട് പോകണമെന്ന് എന്തായാലും നമ്മൾ നാട് വിട്ടു പോയി ഇവിടെ ഒന്നും വേണ്ട, ശരിയാവില്ല. ഞാൻ ആരും പോകുന്നവരുണ്ടല്ല. അവിടെ ചെന്നാലും ബെറ്റർ സൗകര്യം, നല്ല സാലറി. നമ്മൾ ഒരാൾ പോയി പണ്ടൊക്കെ പറഞ്ഞാൽ ഒരു ഗൾഫിലേക്ക് ഒരാൾ പോകുമ്പോൾ 2-3 പെങ്ങന്മാരുണ്ടാവും, അവരെ കെട്ടിച്ചേക്കണം, അന്യന്മാരെ പഠിപ്പിക്കണം. അങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ കിട്ടണം. ഒരൊറ്റ ഒരാളാണ് പോയിട്ട് ഒരു വീട് രക്ഷിക്കുന്നത്, ഇല്ലേ? അങ്ങനെ ഇന്ന് അങ്ങനല്ല. ഇന്ന് 2 പേരെ ഉള്ളെങ്കിൽ 2 പേരെ വിടുക.